ഗുജറാത്തിലെ അമ്രേലി ജില്ലയിലുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം വീടിനടുത്ത് ചെറിയ കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നു. അപ്പോ ആ കടക്കാരന്റെ മകനാണ് ഈ ചില സാധനങ്ങൾ എടുക്കുന്നത്. മകനെ, ഞാനും സഹായിക്കണോ എന്ന് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. ആ കടയുടമയ്ക്ക് ആ വിളി സഹിച്ചില്ല. കാരണം ഈ വിളിച്ചയാൾ നീലേഷ് റാത്തോഡ് എന്ന ചെറുപ്പക്കാരൻ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ് എന്ന് ആ കടയുടമ വിശ്വസിക്കുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ എന്റെ മകനെ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അയാൾ ഈ നീലേഷ് റാത്തോഡിനെ മർദ്ദിച്ചു. പിന്നീട് നീലേഷ് റാത്തോഡ് ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടി വന്നപ്പോഴും ക്രൂരമായി മർദ്ദിച്ചു. എല്ലാവർക്കും മർദ്ദനമേറ്റു. 4 ദിവസങ്ങൾക്ക് ശേഷം ഭാവനഗറിലെ ആശുപത്രിയിൽ വെച്ച് നീലേഷ് റാത്തോഡ് മരണപ്പെടുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ദളിതനായതുകൊണ്ട് മാത്രം കൊല്ലപ്പെടുന്ന അവസ്ഥ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെയും നാട്ടിലാണ്. ഞങ്ങളിനി തോട്ടിപ്പണി എടുക്കില്ല, ഞങ്ങളിനി ചത്ത പശുവിന്റെ തൊലിയുരിഞ്ഞ് കുഴിച്ചിടില്ല എന്ന് പ്രഖ്യാപിച്ച് ദളിതർ ഐതിഹാസികമായ സമരം നടത്തിയ നാടാണ് ഗുജറാത്ത്. അതേ ഗുജറാത്തിൽ ദളിതനായതുകൊണ്ട് മാത്രം ഒരു യുവാവ് കൊല്ലപ്പെടുന്നു. ഗുജറാത്ത് ദളിതർക്ക് നരകമായി മാറിയെന്ന് അവിടുത്തെ കോൺഗ്രസിന്റെ MLA ജിഗ്നേഷ് മെവാനി പറയുന്നുണ്ട്. മനുഷ്യർക്ക് മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഗുജറാത്തിൽ കൊല്ലപ്പെട്ട ദളിതന്റെ ചോരയ്ക്ക് മറുപടി പറഞ്ഞേ തീരൂ. നമസ്കാരം.